ഓപ്പറേഷൻ സിന്ദൂരിൽ സൈന്യത്തിന്റെ പ്രതിനിധിയായെത്തിയ സോഫിയ ഖുറേഷി രാജ്യത്തിന്റെ തന്നെ അഭിമാനമാകുമ്പോൾ ആഹ്ലാദ പ്രകടനവുമായി ഒരു നാട്. കർണാടക ബെളഗാവി ജില്ലയിലെ ഗോകക്കിനടുത്ത് കുന്നൂരിൽ നിന്നുള്ള കേണൽ താജുദ്ദീൻ ബാഗേവാഡിയുടെ ഭാര്യയാണ് സോഫിയ ഖുറേഷി. സോഫിയയുടെ പദവിയിൽ അഭിമാനവും ആരാധനയും തോന്നുന്നുവെന്നാണ് കുന്നൂർ നിവാസികളുടെ പ്രതികരണം. ये अपने देश के लिए कुछ किया है। इस बात के लिए कि जो उन्होंने ये खेल खेला था उसका बदला लिया और हमारी माँ बहनों का जो सिंदूर था उसका हमने मुकाबला कर लिया, बदला ले लिया और इसी तरह से आगे और लेते रहेंगे. സ്വന്തം കുടുംബത്തിലെ ഒരാൾക്ക് ഇത്രയും വലിയ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷത്തിലാണെന്നും സോഫിയ തന്റെ ആരാധനാ പാത്രമാണെന്നുമായിരുന്നു സഹോദരൻ മുഹമ്മദ് സഞ്ജയ് ഖുറേഷി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. രാജ്യത്തിനായി ജീവൻ ത്യജിക്കുക എന്നത് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ ത്യാഗമാണെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതെന്നും തന്റെ കുടുംബം പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമാണെന്നും സഞ്ജയ് പറയുന്നു. മകനും മരുമകളും സൈനികരായതിലും ഇരുവരും രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുന്നതിലും തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് പിതാവ് ഗൌസ് സാബ് ബാഗേവാഡി പറഞ്ഞു. ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല. പക്ഷേ എന്റെ മരുമകൾക്ക് രാജ്യത്തിന്റെ മുന്നിൽ ഇത്രയും വിലമതിപ്പ് ലഭിക്കുന്നത് കാണുമ്പോൾ സന്തോഷം പറഞ്ഞറിയിക്കാനാവുന്നില്ല. കുടുംബം അവരെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്നും സോഫിയ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം നാടും നാട്ടുകാരും അഭിനന്ദനങ്ങൾ കൊണ്ട് തങ്ങളെ പൊതിയുകയാണെന്നുമാണ് പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ സോഫിയ ഖുറേഷി നൽകുന്നത് കണ്ട് ഞാൻ അതിശയിച്ചു പോയി. എന്റെ മകൻ 6 മാസത്തിലാണ് വീട്ടിലെത്തുക. സോഫിയ വർഷത്തിലൊരിക്കൽ വരും. വീട്ടിലെത്തുമ്പോൾ അവൾ ഞങ്ങളിലൊരാളാണ്. പദവികളുണ്ടായിട്ടും അവൾ എളിമയുള്ളവളാണ്. യുദ്ധത്തിനുള്ള സാധ്യത ഉണ്ടെങ്കിലും അവരുടെ സുരക്ഷയെ ഓർത്ത് എനിക്ക് ആശങ്കയില്ല. കാരണം രാജ്യത്തിന്റെ സുരക്ഷ അവരുടെ കരങ്ങളിലാണ്, അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ആർമിയിലെ കോപ്സ് ഓഫ് സിഗ്നൽസിലെ ഓഫീസറാണ് കേണലായ സോഫിയ ഖുറേഷി. ഗുജറാത്തിലെ വഡോദരയാണ് സ്വദേശം. സോഫിയയുടെ പിതാവും മുത്തച്ഛനും സൈന്യത്തിലായിരുന്നു. അതേ പാത പിന്തുടർന്നാണ് സോഫിയയും രാജ്യത്തിന്റെ അഭിമാനമായ ആ യൂണിഫോം അണിഞ്ഞത്. കേന്ദ്രീയ വിദ്യാലയത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം MS സർവകലാശാലയിൽ നിന്ന് ബയോകെമിസ്ട്രിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷമാണ് സോഫിയ സൈന്യത്തിൽ ചേരുന്നത്. സൈനിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന തനിക്ക് സൈനിക യൂണിഫോം അണിയുകയെന്നതും രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുകയെന്നതും ചെറുപ്പം മുതലേയുള്ള ആഗ്രഹമാണെന്ന് വർഷങ്ങൾക്ക് മുൻപ് റിപ്പബ്ലിക് TVക്ക് നൽകിയ അഭിമുഖത്തിൽ സോഫിയ ഖുറേഷി പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രളയ രക്ഷാപ്രവർത്തനങ്ങളിൽ കേണൽ സോഫിയ ഖുറേഷി പ്രധാന പങ്ക് വഹിച്ചിരുന്നു. 2006 സോഫിയ ഖുറേഷി മിലിറ്ററി ഒബ്സർവറായി UN ദൌത്യത്തിന്റെ ഭാഗമായി കോങ്കോയിലെത്തിയത്. യുദ്ധം വൻ നാശം വിതച്ച കോങ്കോയിൽ സമാധാന പാലനത്തിനായി നിയോഗിച്ച ഇന്ത്യൻ സൈനികരിൽ ഖുറേഷിയും പ്രധാനിയായിരുന്നു. 2016 മാർച്ചിൽ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഫോഴ്സ് 18 എന്ന സൈനികാഭ്യാസത്തിൽ ഇന്ത്യൻ ആർമിയെ നയിച്ചതും സോഫിയ ഖുറേഷിയായിരുന്നു. ഏറ്റവും വലിയ സൈനികാഭ്യാസങ്ങളിലൊന്നായ ഫോഴ്സ് 18 അന്ന് ആദ്യമായിട്ടായിരുന്നു ഒരു വനിത ഇന്ത്യൻ ആർമിയെ നയിച്ചത്. ഇത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് അംഗീകാരവും ഇതിന് ലഭിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്ക, കംബോഡിയ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച സൈനിക ഉദ്യോഗസ്ഥ കൂടിയാണ് സോഫിയ ഖുറേഷി. 2019 ഗ്ലോബൽ പീസ് ഗാന്ധി അവാർഡ് പട്ടികയിലും ഇവരുടെ പേര് ഇടം പിടിച്ചിരുന്നു. കാശ്മീരിലെ വിവിധ മേഖലകളിൽ യുവാക്കൾക്കും പെൺകുട്ടികൾക്കും പ്രചോദനം നൽകാൻ മുൻനിരയിലുണ്ടായിരുന്നു സോഫിയ. ഇതിനു പുറമെ സപ്താശക്തി പദ്ധതിയിൽ ഹരിയാന, പഞ്ചാബ്, ജമ്മു കാശ്മീർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാനും സോഫിയ ഖുറേഷിക്ക് അവസരങ്ങൾ ലഭിച്ചിരുന്നു. Subscribe to One India and never miss an update.